ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. രാമായണം എന്നുള്ളത് മഹത്തായ ഒരു സംഗതിയാണ്. ശരിക്കും ഈ രാമായണ മാസത്തിൽ രാമായണം വായിക്കുന്നവരെ പുച്ഛിക്കുന്നവരും ഉണ്ടാകും സമൂഹത്തിൽ. ഇവർക്കൊക്കെ വേറെ പണിയില്ലേ എന്ന്. പക്ഷേ ഈ ചില സാധനങ്ങളൊക്കെ കഴിച്ചാലേ അല്ലെങ്കിൽ അനുഭവിച്ചാലേ അത് സുഖമാണ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന് കയ്പ്പക്ക അല്ലെങ്കിൽ പാവയ്ക്ക എന്ന് പറയും. ആ പാവയ്ക്ക ജ്യൂസിന് ഭയങ്കര കയ്പ്പാണ് എന്ന് നമുക്കറിയണമെങ്കിൽ പറഞ്ഞാൽ അറിയാൻ പറ്റുമോ? ഇല്ല, അത് കുടിച്ച് തന്നെ അറിയണം. അതുപോലെ തന്നെ പാൽപ്പായസത്തിന് നല്ല മധുരമാണ്. അപ്പോൾ ചോദിക്കുക, എന്താ ഈ മധുരം? അത് കുടിച്ചാലേ ആ മധുരം അനുഭവിച്ചറിയാൻ പറ്റും. ഇതുപോലെ തന്നെയാണ് ഈശ്വരപരമായിട്ടുള്ള കാര്യങ്ങൾ. ചിലരൊക്കെ ഈശ്വരനില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു നടന്നാൽ അവർക്ക് അതിൻ്റെ അനുഭവം ഉണ്ടാവില്ല, നല്ല അനുഭവം ഉണ്ടാവില്ല. പിന്നെ കുറേ കാലത്തിന് ശേഷം പല ദുരനുഭവങ്ങളും ഉണ്ടാകുമ്പോഴാണ് പഠിക്കുക, ഞാൻ ഇത്രയും കാലം ചെയ്തത് തെറ്റായിരുന്നു. എന്നാൽ ഈശ്വരനെ ആശ്രയിച്ചുകൊണ്ട് പുരാണ പാരായണവും നാമജപവും ഒക്കെ ആയിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതായിട്ടല്ല. യഥാർത്ഥ ഭക്തനോട് ചോദിച്ചാൽ അദ്ദേഹത്തിന് ഈശ്വരാനുഭവം ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്ന് പറയാൻ പറ്റും. പറഞ്ഞു വരുന്നത് ഈശ്വരാനുഗ്രഹം എന്നത് അനുഭവിച്ചറിയേണ്ട എന്നാണ്. അതുപോലെ ഈ രാമായണ പാരായണത്തിലും മറ്റ് പുരാണ പാരായണത്തിലും ഒക്കെ കിട്ടുന്നതായിട്ടുള്ള ആ നിർവൃത്തി എന്നത് അനുഭവിച്ചറിയേണ്ട ഒന്നാണ് എന്നുള്ളതാണ്. എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള മഹത്വമുണ്ട്. ഈ കർക്കിടക മാസത്തിലെ അതിവ്യാധികളൊക്കെ അകന്ന് മനസ്സിന് സുഖമേകാൻ ഇതിൽ പരം ഔഷധം വേറെന്താണ് ഉള്ളത്? അധ്യാത്മ രാമായണം പാരായണമാണ്. ശ്രീരാമചന്ദ്ര ജയ. ഹരേ കൃഷ്ണ. രത്നാസനവും കൊടുത്തിരുത്തി തഥാ പത്നിയോടും അതിഭക്തിയാലഭൂതമൻ പൊൽകലശസ്ഥിത നിർമ്മല വാരണാ തൃക്കാൽ കഴുകിച്ചു പാദാബ്ധതീർത്ഥവും ഉത്തമാംഗേന ധരിച്ചു വിശുദ്ധനായി ചിത്തമോദേന ചിരിച്ചരുളി ചെയ്തു. പുണ്യവാനായേനടിയനദീവ കേളിന്നു പാദോദക തീർത്ഥം ധരിക്കയാൽ എന്നിങ്ങനെ രാമചന്ദ്രവാക്യം കേട്ടു നന്നായി ചിരിച്ചു വസിഷ്ഠനരുൾ ചെയ്തു. നന്നു നന്നെത്രയും നിന്നുടെ വാക്കുകളൊന്നുണ്ട് ചൊല്ലുന്നിതിപ്പോൾ നൃപാത്മജ ത്വൽപാദ പങ്കജ തീർത്ഥം ധരിക്കയാൽ ദർപ്പകവൈരിയും ധന്യനായിടിനാൻ. ത്വൽപാദ തീർത്ഥ വിശുദ്ധനായി വന്നിതു മൽപിതാവായി വിരിഞ്ചനും ഭൂപതേ. ഇപ്പോൾ മഹാജനങ്ങൾക്ക് ഉപദേശാർത്ഥം അത്ഭുത വിക്രമ ചൊന്നതു നീയടോ. നന്നായറിഞ്ഞിരിക്കുന്നിതു നിന്നെ ഞാൻ നിന്നവനാകുന്നതെന്നും ഇതെന്നടോ. സാക്ഷാൽ പരബ്രഹ്മമാം പരമാത്മാവു മോക്ഷതൻ നാനാ ജഗന്മയനീശ്വരൻ ലക്ഷ്മി ഭഗവതിയോടും ധരണിയിലിക്കാലമത്ര ജനിച്ചിതു നിശ്ചയം. ദേവകാര്യാസിദ്ധ്യർത്ഥം കരുണയാ രാവണനെ കൊന്നു താപം കെടുപ്പാനും ഭക്തജനത്തിനു മുക്തി സിദ്ധിപ്പാനും യുദ്ധമവതരിച്ചിടിന ശ്രീപദേ. ദേവകാര്യാർത്ഥമതീവ ഗുഹ്യം പുനരേവം വെളിച്ചത്തിടാഞ്ഞിതു ഞാനിതം. കാര്യങ്ങളെല്ലാം അനുഷ്ഠിച്ചു സാധിക്ക മായാ മനുഷ്യനായ ശ്രീനിധേ. ശിഷ്യനല്ലോ ഭവാനാചാര്യനേഷ ഞാൻ ശിക്ഷിക്ക വേണം ജഗദ്ധിതാർത്ഥം പ്രഭോ. സാക്ഷാൽ ചരാചരാചാര്യനല്ലോ ഭവാൻ ഓർക്കിൽ
പിതॄണാം പിതാമഹനും ഭവാൻ സർവേശ്വഗോചരനായ അന്തര്യാമിയായി സർവജഗദ്യന്ത്രവാഹകനായ നീ ശുദ്ധതത്വാത്മകമായൊരു വിഗ്രഹം ധൃത്വാ നിജാധീന സംഭവനായുടൻ മർത്യവേഷേണ ദശരഥപുത്രനായി പൃഥ്വീതലേ യോഗമായ ആജാതനാം എന്നതു മുനേ ധരിച്ചിരിക്കുന്നു ഞാൻ എന്നോട് ദാതാവുദാനരുൾ ചെയ്യുകയാൽ എന്നതറിഞ്ഞത്രേ സൂര്യാന്വയത്തിനു മുന്നേ പുരോഹിതനായിരുന്നു മുത ഞാനും ഭവാനോടു സംബന്ധകാംക്ഷയാനൂനം പുരോഹിത കർമ്മമനുഷ്ഠിച്ചു നിന്ദ്യമായുള്ളതു ചെയ്താലൊടുക്കത്തു നന്നായി വരികയതും വിലയല്ലോ ഇന്നു സഫലമായി വന്നു മനോരഥമൊന്നപേക്ഷിക്കുന്നതു കണ്ടു ഞാൻ ഇനിയും യോഗേശ തേ മഹാമായ ഭഗവതി ലോകൈകമോഹിനി മോഹിപ്പിക്കായികമം ആചാര്യ നിഷ്കൃതി കാമൻ ഭവാനെങ്കിലാശയം മായ മോഹിപ്പിയായിക്കമേ ത്വൽപ്രസംഗാൽ സർവമുക്തമിപ്പോളിതം അപ്രക്തവ്യം മയാ രാമ കുത്രജു രാജാ ദശരഥൻ ചൊന്നതു കാരണം രാജീവനേത്ര വന്നേനിവിടേക്കു ഞാൻ ഉണ്ടഭിഷേകമടുത്ത നാളെന്നതു കണ്ടു ചൊൽവാനായുളറി വന്നേനകം വൈദേഹിയോട് ഉപവാസവും ചെയ്തു മേദിനി തന്നിൽ ശയനവും ചെയ്യണം ബ്രഹ്മചര്യത്തോടിരിക്ക ഞാൻ ഓരോരോ കർമ്മങ്ങൾ ചെന്നങ്ങൊരുക്കുവൻ വൈകാതെ വന്നീടുഷസ്സിനു നീ എന്നരുൾ ചെയ്തു ചെന്നു തേരിൽ കരേറി മുനിശ്രേഷ്ഠനും പിന്നെ ശ്രീരാമനും ലക്ഷ്മണൻ തന്നോടു നന്നേ ചിരിച്ചരുൾ ചെയ്തു രഹസ്യമായി താതനെനിക്കഭിഷേകവിളമയ മോദേന ചെയ്യുമടുത്ത നാൾ നിർണയം തത്ര നിമിത്തമാത്രം ഞാൻ അതിനൊരു കർത്താവും നീ രാജ്യഭോക്താവും നീയത്രേ വത്സ നമ ത്വം ബഹിപ്രോ പ്രാണായകയാൽ ഉത്സവത്തിനു കോപ്പിട്ടുകൊണ്ടാലും നീ മത്സമനാകുന്നതും ഭവാൻ നിശ്ചയം മത്സരിപ്പാനില്ലിരുന്നു നമ്മോടാരും ഇത്തരമോരോന്നരുൾ ചെയ്തിരിക്കുമ്പോൾ പൃഥ്വീന്ദ്രഗേഹം പ്രവിശ്യ വസിഷ്ഠനും വൃത്താന്തമെല്ലാം ദശരഥൻ തന്നോടു ചിത്തമോദാലറിയിച്ചു സമസ്തവും രാജീവ സംഭവനന്ദനൻ തന്നോടു രാജാ ദശരഥനാനന്ദപൂർവകം രാജീവ നേത്രാഭിഷേക വൃത്താന്തങ്ങൾ പൂജാവിധാനേന ചൊന്നതു കേൾക്കയാൾ കൗസല്യയോടും സുമിത്രയോടും ചെന്നു കൗതുകമോടറിയിച്ചാനൊരു കുമാൻ സമ്മോദം ഉൾക്കൊണ്ടതു കേട്ട നേരത്തു നിർമ്മലമായൊരു മാല്യവും നൽകിനാൾ കൗസല്യയും തനയാഭ്യുദയാർത്ഥയായി കൗതുകമോട് പൂജിച്ചിതു ലക്ഷ്മിയെ നാഥേ മഹാദേവി നീയേ തുണയെന്നു ചേതസി ഭക്തിയാ വണങ്ങി വാണിയിടിനാൾ സത്യസന്ധൻ നൃപവീരൻ ദശരഥൻ പുത്രാഭിഷേകം കഴിച്ചിടുമെന്നുമേ പുത്രീ വശഗതനാകയാലാകുലമുള്ളിൽ വളരുന്നതിലേറ്റവും ദുർഗേ ഭഗവതി ദുഷ്കൃതനാശിനി ദുർഗതി നീക്കി തുണച്ചീടുകമ്പികെ കാമുകനല്ലോ നൃപതി ദശരഥൻ കാമിനി കൈകേയി ചിത്തമെന്തീശ്വര നല്ലവണ്ണം വരുത്തേണമെന്നിങ്ങനെ ചൊല്ലി വിഷാദിച്ചിരിക്കുന്നതു നേരം വാനവരെല്ലാരും ഒത്തു നിരൂപിച്ചു വാണി ഭഗവതി തന്നോടപേക്ഷിച്ചു ലോകമാതാവേ സരസ്വതി ഭാരതി വേഗാലയോധ്യക്കെഴുന്നള്ളുക വേണം രാമാഭിഷേക വിഘ്നം വരുത്തിയിടുവാൻ അവരാരും മറ്റില്ല നിരൂപിച്ചാൽ ചെന്നുടൻ മന്ധരതന്നുടെ നാവിന്മേൽ തന്നെ വസിച്ചവളെ കൊണ്ടു ചൊല്ലിച്ചു പിന്നെ വിരവോടു കൈകേയിയെ കൊണ്ടു തന്നെ പറയിച്ചു കൊണ്ടു മുടക്കണം പിന്നെ ഇങ്ങോട്ടെഴുന്നള്ളാം മടിക്കരുതെന്നമരന്മാർ പറഞ്ഞോരനന്തരം വാണിയും മന്ധരതൻ വദനാന്തരെ വാണിയിടിനാൾ ചെന്നു ദേവകാര്യാർത്ഥമായി അപ്പോൾ ത്രിവക്രയാം
കുബ്ജയും മാനസേ കൽപ്പിച്ചുടച്ചുടൻ പ്രാസാദമേറിനാൾ. വേഗേന ചെന്നോന് മന്ധരയെ കണ്ടു കൈകേയിതാനും അവളോട് ചൊല്ലിനാൻ. മന്ധരെ, നീ ചൊല്ലു, നീ രാജ്യമെല്ലാടവും എന്തൊരു മൂലം അലങ്കരിച്ചിടുവാൻ. നാളീകലോചനാകിയ രാമനു നാളെ അഭിഷേകമുണ്ടെന്നു നിർണയം. ദുർഭഗേ മൂഢേ മഹാഗർഭിതേ, കിടന്നെപ്പോഴും നീ ഉറങ്ങിയിടൊന്നറിയാതെ. ഏറിയൊരാപത്തു വന്നെടുത്തു നിനക്കാരും ഒരു ബന്ധുമില്ലെന്നു നിർണയം. രാമാഭിഷേകം അടുത്ത നാളുണ്ടെടോ കാമിനിമാൾ കുലമൗലി മാണിക്യമേ. യുദ്ധമവൾ ചൊന്നതു കേട്ടു സംഭ്രമിച്ചുദ്ധാനവും ചെയ്തു കേകയപുത്രിയും. ചിത്രമായ ഒരു ഛായമീകരനൂരം ചിത്തമോദേന നൽകിയിടിനാളാതരാൾ. സന്തോഷമാർന്നിരിക്കുന്ന കാലത്തിങ്കൽ എന്തൊരു താപമുപാഗതമെന്നു നീ ചൊല്ലുവാൻ കാരണം ഞാൻ അറിഞ്ഞില്ലതിനുള്ളൊരവകാശമേതും നിരൂപിച്ചാൽ. എന്നുടെ രാമകുമാരനോളം പ്രിയമെന്നുള്ളിൽ ആരെയുമില്ല മറ്റാർക്കു നീ. അത്രയുമല്ല ഭരതനേക്കാൾ മമ പുത്രനാം രാമനെ സ്നേഹമെനിക്കേറും. രാമനും കൗസല്യാദേവിയെ കൊള്ളുന്ന പ്രേമേറും നൂനമില്ലൊരു സംശയം. ഭക്തിയും വിശ്വാസവും ബഹുമാനവും ഇത്ര മറ്റാരെയുമില്ലെന്നറിക നീ. നല്ല വസ്തുക്കൾ എനിക്കു തന്നേ മറ്റു വല്ലവർക്കും കൊടുപ്പൂ മമനന്ദനൻ. ഇഷ്ടമല്ലാതൊരു വാക്കു പറകയില്ലൊട്ടുമേ ഭേദം അവനിൽ ഒരിക്കലും. അശ്രാന്തമെന്നേ അത്രേ മടി കൂടാതെ ശുശ്രൂഷ ചെയ്തു ഞാനും ന്യായം പ്രീതിപൂർവകം. മൂഢേ, നിനക്കെന്തു രാമങ്കൽ നിന്നൊരു പേടിയുണ്ടാവാൻ അവകാശമായതും. സർവജനപ്രിയനല്ലോ മമാത്മജൻ, നിർവൈരമാനസൻ, ശാന്തൻ, ദയാപരൻ. തൽപ്രിയനായ ശത്രുഘ്നനെയും നൃപൻ മാതുരനെ കാൺമതിനായച്ചതും ചേതസി കൽപ്പിച്ചുകൊണ്ടു തന്നെ ഇതും. രാജാഭിഷേകംഗതും രാമനെങ്കിലോ രാജ്യാനുഭൂതി സുമിത്രയ്ക്കു നിർണയം. ഭാഗ്യമത്രേ സുമിത്രയ്ക്കും കണ്ടു നിർഭാഗ്യയായോരു നീ ദാസിയായി നിത്യവും. കൗസല്യ തന്നെ പരിചരിച്ചിടുക, കൗസല്യാനന്ദനൻ തന്നെ ഭരതനും സേവിച്ചുകൊണ്ടു പൊറുക്കെന്നതും വരും. ഭാവിക്കയും വേണ്ട രാജത്വമേതുമേ നാട്ടിൽ നിന്നാട്ടിക്കളകിലുമാം. ഒരു വാട്ടം വരാതെ വധിച്ചിടുകിലുമാം. സാപജ്ഞജാത പരാഭവം കൊണ്ടുള്ള താപവും പൂണ്ടു ധരണിയിൽ വാഴ നല്ലു മരണമതിനില്ല സംശയം. ചൊല്ലുവൻ ഞാൻ തവ നല്ലതു കേൾക്ക നീ. ഉത്സാഹമുണ്ടു നിനക്കെങ്കിലിക്കാലം ത്വൽസുതൻ തന്നെ വാഴിക്കും നരവരൻ. രാമനീരേഴാണ്ടു കാനനവാസവും ഭൂമിപാലാജ്ഞയാ ചെയ്യുമാറാക്കണം. നാടടക്കം ഭരതന്നു വരുമതി പ്രൗഢകീർത്തിയാ നിനക്കു വസിക്കാം ചിരം. വേണമെന്നാഗ്രതനുപായവും പ്രാണസമേ തവ ചൊല്ലിത്തരുവാൻ ഞാൻ. ഉന്നം സുരാസരയുദ്ധേ ദശരഥൻ തന്നെ മിത്രാർത്ഥം മഹേന്ദ്രനർത്ഥിക്കയാൽ. മന്നവൻ ചാപബാണങ്ങളും കൈക്കൊണ്ടു തന്നെ സൈന്യസമം തേരിലേറിനാൻ. നിന്നോടുകൂടവെ വിണ്ണിലകം പൊക്കു സന്നദ്ധനായി ചെന്ന് അസുരരോടേറ്റപ്പോൾ ചിഹ്നമായി വന്നു രഥാക്ഷകീലം പോരില്ലെന്നറിഞ്ഞതുമില്ല ദശരഥൻ. സത്വരം കീലരന്ധ്രത്തിങ്കൽ നിന്നുടെ ഹസ്തദണ്ഡം സമാവേശ്യ ധൈര്യേണ നീ ചിത്രമത്ര പ്രതി പ്രാണരക്ഷാർത്ഥമായി യുദ്ധം കഴിവോളമങ്ങനെ നിന്നതും. ശത്രുക്കളെ വധം ചെയ്തു ബുദ്ധീന്ദ്രനും യുദ്ധനിവൃത്തനായോരു ദശാന്തരെ നിൻ തൊഴിൽ കണ്ടതി സന്തോഷം ഉൾക്കൊണ്ടു ചെന്തളിർമേനി പുണർന്നുടൻ. പുഞ്ചിരി പൂണ്ടു പറഞ്ഞതു ഭൂവനും നിൻ ചരിതം നന്നു നിരൂപിച്ചാൽ. രണ്ടു വരം തരാം നീ എന്നെ രക്ഷിച്ചു കൊണ്ടതു മൂലം വലിച്ചുകൊണ്ടാലും നീയെ. ഭർത്തൃവാക്യം കേട്ടു നീയും അന്നേരത്തു ചിത്തസമ്മോദം കലർന്നു ചൊല്ലിയിടിനാൻ. ദത്തമായോരു വരദ്വയം സാദരം ന്യസ്തം ഭവതി മയാ നൃപരീശ്വര. ഞാനൊരവസരത്തിങ്കൽ അപേക്ഷിച്ചാൽ ഉനം വരാതെ തിരികെന്നതേ വേണ്ടു എന്നു പറഞ്ഞിരിക്കുന്ന വരദ്വയം ഇന്ന് അപേക്ഷിച്ചു കൊള്ളണം മടിയാതെ. ഞാനും മറന്നു കിടന്നിതു മുന്നമേ
മാനസേ തോന്നി ബലാലീശ്വരാജ്ഞയാം. ധീരതയോടിനി ക്ഷിപ്രമിപ്പോൾ ക്രോധാകാരം പ്രവിശ്യ കോപേന കിടക്ക നീ. ആഭരണങ്ങളും പൊട്ടിച്ചെറിഞ്ഞതി ശോഭ പൂണ്ടോരു കാർക്കൂന്തലഴിച്ചിട്ടു പൂമേനിയും പൊടിക്കൊണ്ടങ്ങണിഞ്ഞിക. ഭൂമിയിൽ തന്നെ മലിനാംബരത്തോടും കണ്ണുനീരാലേ മുഖവും മൂലകളും നന്നായി നനച്ചു കരഞ്ഞുകൊണ്ട് അർത്ഥിച്ചു കൊള്ളുക. വരദ്വയം ഭൂപതി സത്യം പറഞ്ഞാലുറപ്പിച്ചു മാനസം. മന്ധര ചൊന്ന പോലെ അതിനേതുമൊരന്തരം കൂടാതെ ചെന്നു കൈകേറിയും പദ്യമിത്തൊക്കെ തനിക്കെന്നു കൽപ്പിച്ചു ചിത്തമോഹേന. കോപാലയം മേവിനാൾ കൈകേയി മന്ധരയോട് ചൊന്നാളിനി രാഘവൻ കാനനത്തിനു പോവോളവും ഞാനിവിടെ കിടന്നിടുവനല്ലായിരിക്കിൽ പ്രാണനെയും കളഞ്ഞിടുവൻ നിർണയം. ഭൂപരിത്രാണാർത്ഥമിന്നു ഭരതനും ഭൂപതി ചെയ്താൻ അഭിഷേകമെങ്കിൽ ഞാൻ വേറെ നിനക്കു ഭോഗാർത്ഥമായി നൽകുവൻ 100 ദേശങ്ങളതിനില്ല സംശയം. ഏതുമിതിനൊരിടക്കം വരായികയിനി ചേതസി ചിന്തിച്ച കാര്യം വരും ദൃഢം എന്നു പറഞ്ഞു പോയിടിനാൽ മന്ധര. പിന്നെ യൗവണ്ണമനുഷ്ഠിച്ചു രാജ്ഞയും ധീരനായേറ്റം ദയാന്വിതനായി ഗുണാചാര സംയുക്തനായി നീതിജ്ഞനായി നിജൻ ദേശികവാക്യസ്ഥിതനായി സുശീലനായ ആശയശുദ്ധനായി വിദ്യാനിരതനായി ശിഷ്ടനായുള്ളവനെന്നങ്ങിരിക്കലും ദുഷ്ടസംഗം കൊണ്ടു കാലാന്തരത്തിനാൽ സജ്ജനനിന്ദ്യനായി വന്നുകൂടും ദൃഢം. ദുർജന സംസർഗമേറ്റകലവേ വർജിക്ക വേണം പ്രയത്നേന സൽകുമാൻ.